ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇത് നമ്മൾ കുറേ വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേർഡ് ഞാൻ ഇവിടെ കാണിക്കും, നിങ്ങൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കുക, എന്നിട്ട് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ വേർഡ് ബൂർഷ്വ. ഫ്രഞ്ച് ഒറിജിൻ വേർഡാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുത്തക മുതലാളിനെയാണ് ബൂർഷ്വ എന്ന് പറയാം അല്ലേ. ശരിക്കും ബൂർഷ്വ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സോ ഉള്ള സങ്കുചിത മനോഭാവമുള്ള ആൾക്കാരെയാണ് നമ്മൾ ബൂർഷ്വ എന്ന് പറയാം. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് ഇത്. സ്പെല്ലിംഗിൽ ഇത് രണ്ടും വളരെ സിമിലർ ആണ്. ഇതിനെ വിളിക്കുന്നത് ബൂർഷ്വാസി. അപ്പോൾ ബൂർഷ്വാസി ഈ എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? ഒരു ഹോൾ മിഡിൽ ക്ലാസിനെ മൊത്തം കാണിക്കണമെങ്കിൽ നമ്മൾ ബൂർഷ്വാസി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അതിലെ ഒരാളെ, ഒരു ഇൻഡിവിജ്വൽ മെമ്പറിനെയോ പറയണമെങ്കിൽ നമ്മൾ ബൂർഷ്വ എന്ന് പറയും. ഇനി ഈ രണ്ട് വാക്കുകൾ ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ആദ്യത്തേത് കാരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടുപോകുന്ന ആളെയോ അല്ലെങ്കിൽ ആ വാഹനത്തെയോ നമ്മൾ കാരിയർ എന്ന് പറയും. രണ്ടാമത്തത് നമ്മുടെ ജോലി, പ്രൊഫഷൻ അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ, അതിന് നമ്മൾ കരിയർ അങ്ങനെ പറയും. അപ്പോൾ ആദ്യത്തത് കാരിയർ, ഇത് കരിയർ. അടുത്തത് ഈ വാക്ക്. ഇത് എന്താന്ന് വെച്ചാൽ ഒരുതരം ബോട്ടാണ്. ഒന്നില്ലെങ്കിൽ റേസിങ്ങിന് ഉപയോഗിക്കണേ അല്ലെങ്കിൽ റെക്രിയേഷണൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന ഒരുതരം ബോട്ടാണിത്. അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നറിയോ? അമേരിക്കൻ ഇംഗ്ലീഷിൽ യാറ്റ് എന്ന് പറയും, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ യോട്ട്. ഒരു ഓ സൗണ്ടാണ് വരുന്നത്, യോട്ട്. അപ്പൊ അച്ച് എന്നുള്ള സൗണ്ട് വരുന്നില്ല കേട്ടോ. ഈ വേർഡ് കഴിഞ്ഞ പ്രൊനൗൺസിയേഷൻ വീഡിയോന്റെ കോമെന്റ്സിൽ ഒരാൾ ഇട്ടതാണ്. നല്ല വേർഡാണ്, എനിക്ക് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയണ്ടായിരുന്നില്ല, നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തായാലും പുതിയൊരു അറിവായി. അടുത്തത് ഈ വാക്ക്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത് സ്റ്റേറ്റസ് ആണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇത് സ്റ്റാറ്റസ്. അപ്പൊ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അടുത്തത് ഈ വാക്ക്. അപാര രാജ്യസ്നേഹമുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ വാക്ക് വെച്ച് വിളിക്കുക. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ? പേട്രിയറ്റ്. അപ്പൊ പാട്രിയോട്ട് എന്നല്ല പറയാ, പേട്രിയറ്റ്. അടുത്തത് ഈ വാക്ക്. എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെയോ എന്തെങ്കിലും ഒരു പരിപാടിയുടെ ഇൻചാർജ് ആയിട്ടുള്ള ആളെ നമ്മൾ ഈ വേർഡ് വെച്ചാണ് വിളിക്കുക. ഇതെങ്ങനെയാ പറയാ? രണ്ട് രീതിയിലും പറയാം. നിങ്ങൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡയറക്ടർ, അമേരിക്കൻ ഇംഗ്ലീഷിൽ ഡിറക്ടർ. അടുത്തത് ഈ വാക്ക്. ഈ വാക്ക് നമ്മൾ പണ്ട് മുതലേ വെഹിക്കിൾ എന്ന് പറഞ്ഞ് ശീലിച്ചതാണ്. ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ പറഞ്ഞു കൊടുക്കണേ. വെഹിക്കിൾ, വെഹിക്കിൾ, വെഹിക്കിൾ. And that self becomes the vehicle. അടുത്തത് ഈ വാക്ക്. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് ആദ്യം നോക്കാം. ഇതൊരു റെസ്റ്റോറന്റ് പോലത്തെ സ്ഥലം തന്നെയാണ്, എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൗണ്ടറിൽ തന്നെ പേ ചെയ്തിട്ട് അവിടെ തന്നെ ഭക്ഷണം നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ തന്നെ സെർവ് ചെയ്യും, അല്ലെങ്കിൽ അവരത് കൊണ്ടുതരും, എന്നിട്ട് നമ്മളിത് എടുത്തുകൊണ്ട് പോവുക ചെയ്യാം. റെസ്റ്റോറന്റിൽ നമ്മൾ എന്താ ചെയ്യുക? പൊതുവെ ഒരു സീറ്റിൽ പോയിരുന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മെനു നോക്കി ഓർഡർ ചെയ്ത് പിന്നെ അവസാനം കഴിച്ചിട്ട് ബില്ലടക്കും അല്ലേ, അല്ലെങ്കിൽ ബില്ലടക്കാൻ പറ്റില്ലെങ്കിൽ പാത്രം കഴുകും അല്ലേ. അപ്പൊ ഇതൊരു മിനി സെറ്റപ്പ് ആണ്, നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഭക്ഷണം എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ? കാഫറ്റീരിയ, കാഫറ്റീരിയ. അടുത്തത് ഈ വാക്ക്. ഇതിനർത്ഥം എന്താ? ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതിനാണ് ഇത് പറയുക. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ? അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത് സ്കെഡ്യൂൾ, സ്കെഡ്യൂൾ. ആ സി എച്ചിനെ ക എന്നുള്ള സൗണ്ടാണ് വരുന്നത്, ഡീനെ ജ എന്നുള്ള സൗണ്ടാണ് വരുന്നത്, സ്കെഡ്യൂൾ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇത് ഷെഡ്യൂൾ, ഷ എന്നുള്ള സൗണ്ടാണ് വരുന്നത് സി എച്ചിന് കേട്ടോ. അടുത്തത് ഈ ഡേ, ബുധനാഴ്ച. നമ്മൾ പൊതുവെ ഈ വേർഡിന്റെ എല്ലാ സിലബിൾസും പറയാൻ ശ്രമിക്കും. ഇതിന് വെൻസ്ഡേ, വെഡ്നസ്ഡേ അല്ല വെൻസ്ഡേ. ഇപ്പൊ വെൻസ്ഡേ. അടുത്തത് ഈ വാക്ക്. ഏതെങ്കിലും രാജ്യത്ത് പോകണമെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരും അല്ലേ. എന്താ പറയാ? വീസ, വീസ. വിസ അല്ല, വീസ. അടുത്തത് ഇത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ട സാധനമാണ്. ഇതിന് പീറ്റ്സ, ZAക്ക് സ, TSA അങ്ങനത്തെ ഒരു സൗണ്ടാണ് വരുന്നത്. അതൊരു കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു ഇംഗ്ലീഷ് വാക്കല്ല, ഇതൊരു ഇറ്റാലിയൻ ഒറിജിൻ വാക്കാണ്. അപ്പൊ അതിലത്തെ പ്രൊനൗൺസിയേഷൻ ആണ് ഇംഗ്ലീഷിലും വന്നത്. അപ്പൊ ഇറ്റാലിയൻസ് ഇതിന് പീറ്റ്സ, അവരങ്ങനെ ഒരു ട്യൂണിലാണ് സംസാരിക്കുക. ഇംഗ്ലീഷുകാർ പീറ്റ്സ എന്ന് പറയും. അടുത്തത് ഈ വാക്ക്. ലക്ഷ്യം എന്നാണ് ഇതിന്റെ അർത്ഥം. എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാം? അമേരിക്കക്കാര് ടാർഗറ്റ്, എന്നുള്ള സൗണ്ട് കുറച്ചുകൂടെ പ്രോമിനന്റ് ആണ്, ടാർഗറ്റ്. ബ്രിട്ടീഷുകാര് ടാർഗറ്റ്, ആർ കേക്കില്ല, ടാർഗറ്റ്. അടുത്തത് ഇത് താപനില അല്ലെ. ഈ വാക്കിന്റെ അർത്ഥം താപനില. എങ്ങനെയാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യാം? ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ എന്ന് പറയണ്ട, ടെമ്പറേച്ചർ. അടുത്തത് ഈ വാക്ക്. നല്ല സ്റ്റൈലിഷ് ആണെന്നാണ് ഇതിന്റെ അർത്ഥം. എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാം? ഷിക്ക്, ഷിക്ക്. ഐ ലൈക്ക് യുവർ ഹെയർ കട്ട്, ഇറ്റ്സ് വെരി ഷിക്ക്. ഷിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഹെയർ സ്റ്റൈൽസോ ഡ്രസ്സോ മാത്രമല്ല, ചില സമയത്ത് നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇറ്റ് ലുക്സ് ഷിക്ക് അങ്ങനെ പറയാം. അടുത്തത് ഈ വാക്ക്. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ പലപ്പോഴും ഈ വാക്ക് ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. എന്താ ഈ വാക്കിന്റെ അർത്ഥം? ഇതൊരു സ്ഥലമാണോ? ഇത് ശരിക്കുള്ളൊരു സ്ഥലമല്ല.
തോമസ് മോർ 1516 എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ഇമാജിനറി ഐലൻഡിന്റെ പേരാണ് യുട്ടോപ്പിയ. എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സ്ഥലം വളരെ പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യത്തിലും, അവിടെ ഒരു കുഴപ്പങ്ങളുമില്ല, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നത്, എല്ലാവരും സന്തോഷവാന്മാരാണ് എന്നർത്ഥം വരുന്ന ഒരു വാക്കായിട്ട് ഇപ്പൊ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കും. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ എ ആണോ ആൻ ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ യുട്ടോപ്പിയ. യുട്ടോപ്പിയ. അപ്പൊ ഉട്ടോപ്പിയ അല്ല, യുട്ടോപ്പിയ. അപ്പൊ യാ എന്നുള്ള സൗണ്ട് വരുന്നുണ്ട് ആൻ ഉപയോഗിക്കരുത്, എ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഒരു സെന്റൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഐ എം നോട്ട് സെയിങ് വിൽ ലിവ് ഇൻ എ യുട്ടോപ്പിയ. അപ്പൊ ഈ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത വേർഡ്, ഇവിടെ ബേക്കറീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കാണാവുന്ന തരം ബ്രെഡാണ്. പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ഫ്രഞ്ച് ഒറിജിൻ വാക്കാണ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെന്റ് ആണ് കേട്ടോ. എന്തായിരിക്കും ഇത്? ബ്രിട്ടീഷ് ഇംഗ്ലീഷില് ക്വസാൻ. ടി ഇല്ല, എൻ ഇല്ല, ആറില്ല, ഒന്നുമില്ല. ക്വസാൻ. അമേരിക്കൻ ഇംഗ്ലീഷില് ക്രസാന്റ്. ക്രോയ്സന്റ് അല്ല, ക്രസാന്റ്. Like a croissant. അടുത്തത് ഈ വാക്ക്, നമ്മുടെ ബദാം ഇല്ലേ, കച്ചാ ബദാം, അതിനെന്താ പറയാ? അമേരിക്കക്കാർ ഇതിന് ആൽമണ്ട് എന്ന് പറയും. ആൽമണ്ട്. അപ്പൊ എൽ കുറച്ച് കേൾക്കാം, ബ്രിട്ടീഷുകാർ പറയുമ്പോൾ എൽ കേൾക്കില്ല. അടുത്തത് ഈ രണ്ട് വാക്കുകൾ. ആദ്യത്തത് പ്രിഫർ, രണ്ടാമത്തത് പ്രെഫറൻസ്. അപ്പൊ രണ്ടാമത്തെ വാക്കില് പ്രിഫറൻസ് അല്ല, പ്രെഫറൻസ്. അടുത്തത് ഇത് കരടി, അതിനെന്താ പറയാ? ബെയർ. ബെയർ. ഇപ്പൊ ബിയർ അല്ല, ബെയർ. ബിയർ എന്നുള്ളത് ഇതാണ്, ബിയർ, ഒരു തരം മദ്യമാണ്. അടുത്തത് ഈ വാക്ക്, ഇത് പ്രൊനൗൺസിയേഷൻ വലിയ കുഴപ്പമില്ല, മാഡം. മാഡം. പക്ഷെ ഇത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നില്ലെങ്കിൽ ഫുൾ എഴുതുക MADAM, മാഡം. കുറെ ആൾക്കാർ കോമന്റ്സിൽ തന്നെ മം എന്ന് വിളിക്കാറുണ്ട്, MOM അല്ലെങ്കിൽ MUM. മം എന്ന് വെച്ചാൽ അമ്മ എന്നാണ് അർത്ഥം. നിങ്ങൾ അങ്ങനെ വിളിച്ചോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മാഡം എന്നാണ് വിളിക്കുന്നുണ്ടെങ്കിൽ MA'AM അങ്ങനെയാണ് എഴുതാം കേട്ടോ. അടുത്തത് ഈ വാക്ക്, ഇതും നമ്മളൊക്കെ തെറ്റിച്ചാണ് ഉച്ചരിച്ച് ശീലിച്ചിരിക്കുന്നത്. എനിക്കും അറിയില്ലായിരുന്നു. നമ്മൾ പണ്ട് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാസറ്റ് എന്ന് പറഞ്ഞ സ്ഥലം വാങ്ങിക്കില്ലേ, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഖസെറ്റ്. ആ വാക്ക് കോമന്റ്സിൽ പറഞ്ഞു തന്നതിന് നന്ദി കേട്ടോ, പുതിയൊരു അറിവായി അത്. അടുത്തത് ഈ വാക്ക്, സാമ്പത്തിക ശാസ്ത്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഈ വാക്ക് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാം? ബ്രിട്ടീഷ് ഇംഗ്ലീഷില് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് അങ്ങനെയാണ് പറയാ. അമേരിക്കൻ ഇംഗ്ലീഷില് എക്കണോമിക്സ്. അപ്പൊ എ എന്നുള്ള സൗണ്ടാണ് അമേരിക്കൻ ഇംഗ്ലീഷില്. ബ്രിട്ടീഷ് ഇംഗ്ലീഷില് ഇക്കണോമിക്സ്. അപ്പൊ എക്കോണമിക്സ് എന്നൊന്നും പറയില്ല കേട്ടോ, ഞാനൊക്കെ അങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എക്കോണമിക്സ്. അപ്പൊ ഒന്നില്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇക്കണോമിക്സ്. അടുത്തത് ഈ വാക്ക്, ഒരു ചെറിയ ബുക്കോ അല്ലെങ്കിൽ കഷ്ണം കടലാസോ അല്ലെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് ഉള്ള ഒരു കടലാസിനെ ഈ പേര് വെച്ച് വിളിക്കും. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ബ്രോഷർ. ബ്രോഷർ. അടുത്തത് ഈ വാക്ക്, ഏത് ക്ലാസ് ആണ്, ഏത് പീരീഡ് ആണെന്നൊക്കെ ചോദിക്കില്ലേ, പീരീഡ് അല്ല, ഇത് പീരിയഡ്. പീരിയഡ്. During this period. അടുത്തത് ഈ വാക്ക്, കാറുകളൊക്കെ വെക്കുന്ന വീട്ടടിയുടെ സ്ഥലം അല്ലെങ്കിൽ കാറുകൾ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തിന് ഈ വാക്ക് പറയും. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? ഗറാഷ്. ഷ് എന്നുള്ള സൗണ്ടാണ് ഗറാഷ്. ഫ്രഞ്ച് ഒറിജിൻ വാക്കാണ്, അതാണ് ഇങ്ങനെ ഷ് എന്നുള്ള സൗണ്ട് വരുന്നത്. അടുത്തത് ഈ വാക്ക്, എന്തെങ്കിലും ഒരു സംരംഭമൊക്കെ സ്വന്തമായിട്ട് തുടങ്ങുക, അതിനെ ഇങ്ങനെ പറയും. ഇത് ഫ്രഞ്ച് ഒറിജിൻ വാക്കാണ്, ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ഈ സംരംഭം തുടങ്ങുന്ന വ്യക്തിയില്ലേ, അയാളെ എന്ത് വിളിക്കും? ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ. അടുത്തത് ഈ വാക്ക്, പേർപ്പസ്. എന്താണ് സംഭവത്തിന്റെ ആവശ്യം, ഇതിന്റെ ഉപയോഗം എന്താണ്? പേർപ്പസ്. അടുത്തത് ഈ വാക്ക്, വീഡിയോ. നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞ് ശീലിച്ചു, അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെയൊക്കെ വായിൽ വരും, പക്ഷെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ വീഡിയോ. സർക്യൂട്ട്. സർക്യൂട്ട്. സർക്യൂട്ട് അല്ല, സർക്യൂട്ട്. കാറിന്റെ ഒക്കെ ഫ്രെയിം എന്ന് വിളിക്കുന്ന സാധനമുണ്ട്, അതിനെന്താ പറയാ? ഷാസി. കുറച്ച് എസ് ഒന്നും കേൾക്കില്ല, ഷാസി. അടുത്തത് ഈ വാക്ക്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നിർത്തി വെച്ചത് വീണ്ടും തുടങ്ങാം, അതാണ് റെസ്യൂം. പക്ഷെ ഈ വാക്കും നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് എഴുതുമ്പോൾ ഈടെ മുകളിൽ കുത്തും കോമയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിത് പറയാം റെസ്യൂമേ അല്ലെങ്കിൽ റെസ്യൂമേ, രണ്ട് രീതിയിലും പറയാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ നമ്മൾ ഇന്റർവ്യൂ സമയത്ത് കൊണ്ടുപോകില്ലേ, അതിന് പറയുന്നതാണ് റെസ്യൂമേ അല്ലെങ്കിൽ റെസ്യൂമേ. രണ്ട് രീതിയിലും പറയാം. UK US ഇംഗ്ലീഷ് എന്നുള്ള വ്യത്യാസമാണ്. ഇതിന് വേറൊരു വാക്കുകൂടി ഉണ്ട്, കരിക്കുലം വീറ്റായി. കരിക്കുലം വീറ്റായി. ഇപ്പൊ CV എന്ന് പറയുന്നതായിരിക്കില്ല എളുപ്പം. ഇനിയിപ്പോ ചില വീടുകളിലൊക്കെ ഒരു പാത്രത്തില് കുറെ ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ റോസ് പൂവിന്റെ ഒക്കെ ആ പെറ്റൽസ് ഇല്ലേ, ദളങ്ങൾ, അതൊക്കെ ഉണങ്ങിയിട്ട് വെച്ചിട്ട് ഒരു ഭംഗിയിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കാറുണ്ട്. അതിന് നമ്മളൊരു പേര് പറയും, എന്താണെന്നറിയോ? പോപ്പുറി. ടീ എന്നുള്ള സൗണ്ട് കേൾക്കില്ല, പോപ്പുറി. സോൾട്ട് ആണ്, സാൾട്ട് അല്ല കേട്ടോ, സോൾട്ട്.
അടുത്തത് വെജിറ്റബിൾ, അങ്ങനെ പറയരുത്, വെജിറ്റബിൾ. ആ ജി കഴിഞ്ഞിട്ടുള്ള ഈ കുറച്ച് സൈലന്റ് ആണ്. വെജിറ്റബിൾ. ഈ വാക്ക് സ്റ്റൈൽ ഓഫ് കുക്കിംഗ്, പലതരം സ്റ്റൈലില്ലേ, ജാപ്പനീസ് ഉണ്ട്, കൊറിയൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്, മെഡിറ്ററേനിയൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിനാണ് ഈ വാക്ക് ഉപയോഗിക്കുക. എങ്ങനെ പറയാം? ക്വിസീൻ. ക്വിസീൻ. അടുത്ത ഈ വാക്ക് അൾത്താര എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, പള്ളിയിലൊക്കെ ഉള്ള അൾത്താര ബാലന്മാർ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അതേ അർത്ഥം തന്നെയാണ് കേട്ടോ ഇംഗ്ലീഷിലും. ഓൾട്ടർ, പള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടാണ്. കൊയറ് പാടാൻ പോകില്ലേ? ഈ വാക്കിന് ഫ്രഞ്ചും ലാറ്റിനും ഗ്രീക്കും അങ്ങനെയൊക്കെ കുറെ ഒറിജിൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇപ്പോൾ ഇതിനെ ക്വയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാ എന്നുള്ള സൗണ്ടല്ലേ വരുന്നത്, ഇത് ക്വാ എന്നുള്ള സൗണ്ടാണ് വരുന്നത്, ക്വയർ. ഇനിയിപ്പോൾ എന്തിനെങ്കിലും മുകളിൽ പിടിച്ച് കയറുന്നതിന് ഈ വാക്ക് പറയും. ബി സൈലന്റ് ആണ്, ക്ലൈം. അപ്പോൾ അതിന്റെ കണ്ടിന്യൂസ് ഫോമോ? അതും ബി സൈലന്റ് ആണ്, ക്ലൈംബിങ്. അടുത്തത് ഈ വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ ആണ്. ഇതിന് കുറെ ആൾക്കാർ ജിഫ് എന്ന് പറയും, കുറെ ആൾക്കാർ ഗിഫ് എന്ന് പറയും. പക്ഷെ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ഗിഫ് ആണ് കേട്ടോ. ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്, അതിന്റെ ഒരു അക്രോണിം ആണ് ഗിഫ്. ഈ വാക്ക് ഫെബ്രുവരി. ഫെബ്രുവരി, ഫെബ്രുവരി എന്നൊക്കെ നമ്മൾ കലണ്ടറിൽ, മലയാളം കലണ്ടറിൽ എഴുതി കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇതിനെ ശരിക്കും പറയുന്നത് ഫെബ്രുവരി. I was in Congo in February. ഈ വാക്ക് മീമി അല്ല, മീം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും ഭയങ്കര വൈറൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മീം എന്ന് പറയും. ഫൈനൽ വാക്ക് പ്രൊനൗൺസ്, പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ആദ്യത്തെ വാക്കിൽ പ്രൊനൗൺസ്, ഔ എന്നുള്ള സൗണ്ട് വരും, പ്രൊനൗൺസ്. രണ്ടാമത്തത് പ്രൊനൗൺസിയേഷൻ, നൗണും വേർബ് ഫോമും തമ്മിലുള്ള പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ആണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ശരിയാണെന്ന് മനസ്സിൽ കട്ടായ ഉറപ്പിച്ച് നടന്നിരുന്ന പല വാക്കുകളുടെയും പ്രൊനൗൺസിയേഷൻ എൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരുന്നു. നിങ്ങൾക്കും കുറെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.